15,000 രൂപയ്ക്ക് താഴെ വരുന്ന നല്ല ക്യാമറ മൊബൈൽ ഫോണുകളെ കുറിച്ചിട്ടാണ്. ഒരു കാര്യം കൂടി ഇതിൽ പറയാനുള്ളത്, ഞാൻ ഈ ഒരു 3 മൊബൈൽ ഫോണുകൾ സെലക്ട് ചെയ്തിരിക്കുന്നത് വെറും ക്യാമറ പെർഫോമൻസിനെ മാത്രം അടിസ്ഥാനമാക്കിയിട്ടല്ല. അത്യാവശ്യം നല്ല ഡിസ്പ്ലേയും ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ലഭിക്കുന്ന ഒരു 3 മൊബൈൽ ഫോണുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഏറെക്കുറെ നിങ്ങൾക്ക് അറിയാവുന്ന മൊബൈൽ ഫോണുകൾ തന്നെയായിരിക്കും, പക്ഷേ അതിൻ്റെ സ്പെസിഫിക്കേഷൻസും മറ്റും ഞാൻ ഡീറ്റെയിൽ ആയിക്കൊണ്ട് തന്നെ ഒന്ന് വിവരിച്ച് തരുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ലെറ്റ് സ്റ്റാർട്ട് ദ വീഡിയോ. ആദ്യമായിട്ട് പറയാനുള്ളത് റിയൽമി 6ഉം അതുപോലെ തന്നെ റിയൽമി നാർസോ 20 പ്രോ. ഈ രണ്ട് മൊബൈൽ ഫോണുകളുടെയും പ്രൈസ് വരുന്നത് 13,999 രൂപ, അതായത് 14,000 രൂപയാണ് ഈ രണ്ട് മൊബൈൽ ഫോണുകളും പ്രൈസ് വരുന്നത്. ഈ രണ്ട് മൊബൈൽ ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം സെയിം തന്നെയാണ്. ആദ്യമായി തന്നെ നമുക്ക് ഈ രണ്ട് മൊബൈൽ ഫോണുകൾ റിയൽമി 6 ആൻഡ് റിയൽമി നാർസോ 20 പ്രോ, ഈ രണ്ട് മൊബൈൽ ഫോണിലും ഡിസ്പ്ലേ വരുന്നത് ഫുൾ HD ഡിസ്പ്ലേ ആണ്. കൂടാതെ 90 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റും നമുക്ക് ഈ ഒരു ഡിസ്പ്ലേ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് രണ്ട് മൊബൈൽ ഫോണിന്റെയും ഡിസ്പ്ലേയും കട്ടക്ക് നിൽക്കുന്നതാണ്, രണ്ടും സെയിം തന്നെയാണ്. ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ റിയൽമി 6ൽ യൂസ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഹീലിയോ G90Tയും അതുപോലെ തന്നെ റിയൽമി നാർസോ 20 പ്രോയിൽ യൂസ് ചെയ്തിരിക്കുന്നത് മീഡിയാടെക്കിൻ്റെ തന്നെ ഹീലിയോ G95 പ്രോസസ്സറായി ചിപ്സെറ്റായി യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് പ്രോസസ്സറും അത്യാവശ്യം നല്ല പ്രോസസ്സറുകൾ തന്നെയാണ്, നല്ല പെർഫോമൻസ് ഉള്ള ബാറ്ററി പവർ എഫിഷ്യൻ്റ് ആയ പ്രോസസ്സർ തന്നെയാണ്. ഇനി ഈ രണ്ട് മൊബൈൽ ഫോണുകളും സ്റ്റോറേജിൻ്റെയും അതുപോലെ തന്നെ റാമിൻ്റെയും കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 6GB 64GB റേഞ്ചിലാണ് നിൽക്കുന്നത്. അപ്പോൾ രണ്ട് മൊബൈൽ ഫോണുകളിലും ഡിഫറൻസ് ഈ പറഞ്ഞ 3 സെക്ഷനിലും വലിയ ഡിഫറൻസ് ഒന്നുമില്ല, ഏകദേശം സെയിം തന്നെയായിട്ടാണ് പോകുന്നത്. ഇനി ബാറ്ററി കപ്പാസിറ്റിയുടെയും അതുപോലെ തന്നെ ചാർജിങ് ഫെസിലിറ്റിയുടെയും കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ചെറിയൊരു ഡിഫറൻസ് രണ്ട് മൊബൈൽ ഫോണും തമ്മിലുണ്ടായിരിക്കും. ഈ പറയുന്ന റിയൽമി 6ന് വരുന്നത് 4300 mAh ബാറ്ററിയും അതുപോലെ തന്നെ 30 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജറുമാണ് നൽകിയിരിക്കുന്നത്. പക്ഷേ നമുക്ക് റിയൽമി നാർസോ 20 പ്രോയിൽ നൽകിയിരിക്കുന്നത് 4500 mAh ബാറ്ററിയും അതുപോലെ തന്നെ 60 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജറുമാണ്. അപ്പോൾ 30 വാട്ട് ഫാസ്റ്റ് ചാർജർ റിയൽമി 6 നമുക്ക് നൽകുന്നുണ്ട്. റിയൽമി നാർസോ 20 പ്രോയിൽ നമുക്ക് 60 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ നൽകുന്നുണ്ട്. അപ്പോൾ ചാർജിങ് ഫെസിലിറ്റിയുടെ കാര്യത്തിൽ റിയൽമി നാർസോ 20 പ്രോയാണ് ഒന്നുകൂടി മുന്നിൽ നിൽക്കുന്നത്. അടുത്തതായി ഈ രണ്ട് മൊബൈൽ ഫോണുകളുടെയും ക്യാമറയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ റിയൽമി 6ൽ നമുക്ക് 64 മെഗാപിക്സലിന്റെ മെയിൻ ഷൂട്ടർ ലഭിക്കുന്ന സ്ഥാനത്ത് റിയൽമി നാർസോ 20 പ്രോയിൽ നമുക്ക് വെറും 48 മെഗാപിക്സൽ ക്യാമറയാണ് ലഭിക്കുന്നത്. ഫ്രണ്ട് ക്യാമറയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ രണ്ട് മൊബൈൽ ഫോണുകളിൽ നമുക്ക് 16 മെഗാപിക്സലിന്റെ ഫ്രണ്ട് ഫേസിംഗ് ക്യാമറയാണ് ലഭിക്കുന്നത്. ഈ രണ്ട് മൊബൈൽ ഫോണുകൾ തമ്മിലുള്ള ഒരു വ്യത്യാസം വരുന്നത് ഈ ഒരു ക്യാമറ സൈഡിലാണ്. കാരണം റിയൽമി 6ൽ നമുക്ക് 64 മെഗാപിക്സലിന്റെ മെയിൻ ഷൂട്ടർ ലഭിക്കുന്ന സ്ഥാനത്ത് നമുക്ക് റിയൽമി നാർസോ 20 പ്രോയിൽ നമുക്ക് വെറും 48 മെഗാപിക്സലിന്റെ ഷൂട്ടറാണ് ലഭിക്കുന്നത്. രണ്ട് മൊബൈൽ ഫോണിന്റെ ക്യാമറയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ റിയൽമി 6 ആണ് 64 മെഗാപിക്സലുമായി ഒന്ന് മുന്നിൽ നിൽക്കുന്നത്. റിയൽമി നാർസോ 20 പ്രോയിൽ 48 മെഗാപിക്സൽ ക്യാമറയാണ് മെയിൻ ഷൂട്ടറാണ് ലഭിക്കുന്നത് പ്രൈമറി ക്യാമറയിൽ. അടുത്തതായി ഷവോമിയുടെ പോക്കോ M2 പ്രോ, ഈ ഒരു മൊബൈൽ ഫോണാണ് ഈ 15,000 രൂപയുടെ ബെസ്റ്റ് ക്യാമറ മൊബൈൽ ഫോൺ ഞാൻ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മൊബൈൽ ഫോൺ പേഴ്സണലി ഞാനൊരു 20-25 ദിവസമായിട്ട് ഉപയോഗിക്കുന്ന ഒരു എക്സ്പീരിയൻസ് വെച്ച് ക്യാമറ ഇപ്പോൾ ഈ ഷൂട്ട് ചെയ്തിരിക്കുന്ന വീഡിയോ പോലും ഈ പോക്കോ M2 പ്രോന്റെ 48 മെഗാപിക്സൽ ക്യാമറയിൽ എടുത്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ക്വാളിറ്റി ഒക്കെ നിങ്ങൾക്ക് നേരിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു മൊബൈൽ ഫോണിൽ വരുന്നത് 48 മെഗാപിക്സലിന്റെ മെയിൻ ഷൂട്ടറും അതുപോലെ തന്നെ 8 മെഗാപിക്സലിന്റെ വൈഡ് ആംഗിളും 5 മെഗാപിക്സലിന്റെ മാക്രോ ലെൻസും അതുപോലെ തന്നെ 2 മെഗാപിക്സലിന്റെ ഡെപ്ത് സെൻസറുമാണ് നമുക്ക്. അപ്പോൾ ഈ ഒരു മൊബൈൽ ഫോണിന്റെ പെർഫോമൻസ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കോൾകോം സ്നാപ്ഡ്രാഗൺ 720 ആണ് ഈ ഒരു മൊബൈൽ ഫോണിൽ പ്രൊസസ്സർ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രൊസസ്സർ തന്നെയാണ്, അത്യാവശ്യം നല്ല പെർഫോമൻസ് ഒക്കെ കാഴ്ചവെക്കുന്നതാണ്. അതുപോലെ ഈ ഒരു മൊബൈൽ ഫോണിന്റെ ഡിസ്പ്ലേയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ മറ്റ് രണ്ട് മൊബൈൽ ഫോണുകളെ അപേക്ഷിച്ച് കുറച്ച് താഴ്ന്നു നിൽക്കും. കാരണം ഈ ഒരു മൊബൈൽ ഫോണിൽ നമുക്ക് 90 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ലഭിക്കുന്നില്ല. പക്ഷേ ഈ 3 മൊബൈൽ ഫോണുകളും ഫുൾ HD ഡിസ്പ്ലേയുമായിട്ടാണ് വരുന്നത്. ഡിസ്പ്ലേയുടെ കാര്യം പോക്കോ M2 പ്രോയും അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ആണ്. പക്ഷേ നമുക്കുള്ള ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് നമുക്ക് ലഭിക്കില്ല എന്നത് മാത്രമാണ്. പക്ഷേ ഈ ഒരു മൊബൈൽ ഫോണിന്റെ ബാറ്ററി കപ്പാസിറ്റി 5000 mAh ആണ്. അതുപോലെ തന്നെ 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ നമുക്ക് ഈ ഒരു മൊബൈൽ ഫോണിൽ ലഭിക്കുന്നുണ്ട്. അതുപോലെ ഷവോമിയുടെ മൊബൈൽ ഫോൺ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് ഈ ഒരു മൊബൈൽ ഫോണിൽ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 3 മൊബൈൽ ഫോണുകളും നിങ്ങൾക്ക് 15,000 രൂപയുടെ താഴെ എടുക്കാൻ സാധിക്കുന്ന പെർഫോമൻസിന്റെ കാര്യത്തിലും നോക്കിക്കഴിഞ്ഞാലും അതുപോലെ തന്നെ ഡിസ്പ്ലേയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാലും ക്യാമറയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാലും 3 മൊബൈൽ ഫോണുകളും ഏകദേശം ഒരേ റേഞ്ചിൽ നിൽക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് 15,000 രൂപയ്ക്ക് താഴെ ധൈര്യമായി എടുക്കാൻ സാധിക്കുന്ന 3 മൊബൈൽ ഫോണാണ് റിയൽമി 6, അതുപോലെ തന്നെ റിയൽമി നാർസോ 20 പ്രോ, അതുപോലെ തന്നെ പോക്കോ M2 പ്രോ. ഈ 3 മൊബൈൽ ഫോണുകൾ നിങ്ങൾക്ക് 15,000 രൂപയ്ക്ക് താഴെ എടുക്കാൻ പറ്റുന്ന വാല്യൂ ഫോർ മണി ആയ മൊബൈൽ ഫോണുകൾ തന്നെയായിരിക്കും. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണും വരെ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ, സൈനിങ് ഔട്ട്. പിന്നെ പറയാൻ മറന്നൊരു കാര്യം, നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുകയുള്ളൂ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ, സൈനിങ് ഔട്ട്.